ഹായ്, നമ്മൾ സ്വരാക്ഷരങ്ങളുടെ യാത്രയിലാണല്ലേ. ആ ആ ഇ ഈ ഉ ഊ റ് ഇത്രയും നമ്മൾ പഠിച്ചില്ലേ? ഇന്നലെ എഴുതാൻ എളുപ്പം ഇങ്ങനെ എഴുതാൻ പഠിപ്പിച്ചില്ലേ? ഇന്ന് സ്വരാക്ഷരങ്ങളിലെ എ എന്നക്ഷരം. എ എങ്ങനെ എഴുതാം? ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പായ എഴുതാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പായയുടെ വളവര ചെറുത്, വായയുടെ വളവര വലുത്, പായയുടെ നേർവര വലുത്, വായയുടെ നേർവര ചെറുത്, വായിക്കും പായ്ക്കും കുത്തന വരകൾ ഒരുപോലങ്ങനെ വരയാം എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ആ പായ ഇങ്ങനെ എഴുതാം. ചെറിയ റായെടുത്ത് നീട്ടി വരച്ച് പാ പോലെ മുകളിലേക്ക് വന്നിട്ടില്ലേ, അതങ്ങനെ താഴേക്ക് വന്നിട്ട് ഒരു റാ. ഒക്കെ റായുടെ കളിയാകും. പിന്നെ നമ്മുടെ മലയാള അക്ഷരങ്ങൾ അങ്ങനെ എഴുതുമ്പോഴാണ് എ എ എ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാ പറയുക? എലി, കെണി, കെ. എയുടെ ശബ്ദമാണ് കെ. അപ്പോൾ നോക്കൂ, ഇന്ന് എനിക്ക് വന്ന പാട്ട് എന്താണെന്നറിയാമോ? എലിയെ കണ്ടോ കൂട്ടരെ, എലിയെ കണ്ടോ കൂട്ടരെ, കെണിയൊന്നങ്ങ് വച്ചാലോ. എലിയെ കണ്ടോ കൂട്ടരെ, കെണിയൊന്നങ്ങ് വച്ചാലോ. കെണിയിൽ വീണ എലിയെ നാം എവിടേക്കെറിയും കൂട്ടരെ, കെണിയിൽ വീണ എലിയെ നാം എവിടേക്കെറിയും കൂട്ടരെ. എങ്ങനെയുണ്ട്? കെണി എന്ന് പറഞ്ഞാലേ എലിയെ പിടിക്കണം. ആ പെട്ടിക്ക് പറയണതാണ് കെണി. കെണി വയ്ക്കാം, കെണി വെച്ച് നമുക്ക് എലിയെ പിടിക്കാം എന്ന് പറയും. ഓക്കെ, പഠിച്ചോളൂ കേട്ടോ. ടാറ്റാ, ബൈ ബൈ.